പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമേറിയ നല്ല നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലിവിംഗ് വേ ഓൺലൈൻ TV പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും വേഗം വരാം നല്ലി ചെയ്ത യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യ സ്നേഹവന്ദനത്തെ അർപ്പിതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദശകലം എന്ന് പറയുന്നത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യമാണ്. റോമർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോൾ ഒത്തിരി സാഗരങ്ങൾ പോലെ ഒത്തിരി ചിന്തനീയമായ ഒരു ലേഖനമാണ് റോമർക്കെഴുതിയ ലേഖനം. അതിൽ നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ശകലം എന്ന് പറയുന്നത് 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യമാണ്. അതിപ്രകാരമാണ് പറയുന്നത്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഏറി വരുമ്പോഴും നാം പറയുന്ന വാക്കുകളാണ്: ആരാണ് ഞങ്ങൾക്ക് സഹായമായിട്ടുള്ളത്? എങ്ങനെയാണ് ഞങ്ങളുടെ കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, ഞങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ നീക്കി മാറുന്നത്? പലപ്പോഴും നമുക്ക് പറയത്തക്കവണ്ണം, എടുത്തു പറയത്തക്കവണ്ണം അനവധി കാര്യങ്ങൾ നിരത്തുവാനുണ്ടെങ്കിൽ തന്നെ പല കഷ്ടങ്ങളെയും ഓവർകം ചെയ്യുവാൻ കഴിയാതെ അവരുടെ ജീവിതം ലഹരിക്കും അതുപോലെ തന്നെ മാസ്മരികമായിരിക്കുന്ന അവരുടെ ജീവിതത്തെ തകർത്തു കളയുന്ന ചിന്തകളും അവരുടെ ചിന്താമണ്ഡലത്തിൽ കൊണ്ടിടുന്നത് പിശാചിന്റെ തന്ത്രമാണെന്ന് ആത്മീകർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദശകലം എന്ന് പറയുന്നത് ദ ഗ്ലോറിയെ പറ്റിയാണ്, തേജസ്സിനെ പറ്റിയാണ്. തേജസ് വിചാരിച്ചു കഴിഞ്ഞാൽ ചില കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ കഴിയും. എങ്ങനെയാണ് തേജസ് വിചാരിച്ചു കഴിഞ്ഞാൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നത്? പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലും പഠനമുറികളിലും നാം നിരത്തുന്ന വാക്കുകളും വാചാലങ്ങളും ഒക്കെ പലപ്പോഴും നിരാശ കൊണ്ടുവരുന്നതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് അധപ്പതനം കൊണ്ടുവരുന്നതാണ്. എന്നാൽ ഇപ്പോൾ തന്നെ ഒന്ന് പറയുവാൻ കഴിയുമോ? എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അതിനെ പ്രതിരോധിക്കുവാൻ അല്ലെങ്കിൽ അതിന് മുന്നേറ്റം കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു തേജസ് ഉണ്ട്. ആ തേജസ്സിന് ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും. എന്താണ് തേജസ്? പലപ്പോഴും നാം പഠനമുറികളിൽ പഠിക്കുമ്പോൾ ഒരു പഠനകർത്താവിന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഒരു വെളിച്ചത്തോട് താരതമ്യപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെ ഗ്ലോറി എന്ന് പറയുന്നിരിക്കുന്ന ഒരു വിശിഷ്ടമായ വസ്തു എന്ന് പറയത്തക്കവണ്ണം, ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയാത്തതായിരിക്കുന്ന ഗ്ലോറി എന്ന് പലപ്പോഴും നാം പറയുന്ന ഈ വാക്ക് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത്? എബ്രായ ഭാഷ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊടുത്തിരിക്കുന്ന വാർഡ് ഇങ്ങനെയാണ്: കാബാദ് എന്നൊരു വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ കാബാദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? പലപ്പോഴും പല ചിന്തകന്മാരും എടുത്തു പറയത്തക്കവണ്ണം അവർ ഫൈൻഡ് ചെയ്യുവാൻ കഴിയാതെ പോയ, ഇല്ലെങ്കിൽ പലരും കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള വാക്കാണ് ഇക്കാബാദ് എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ടു ഹെവി എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം പറയുന്നത്. ടു ഹെവി. എന്താണ് ഹെവി ആയിട്ടുള്ളത്? ഒരു മനുഷ്യന് കൺട്രോൾ ചെയ്യുവാൻ കഴിയാതെ, ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഒരു അതിർവരം വിടുവാൻ കഴിയാത്തതുപോലെ തന്നെ നിത്യമായി അനന്തമായി നിൽക്കുന്ന സാഗരങ്ങളെ വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് ഇക്കാബാദ് എന്ന് പറയുന്ന വാക്ക്. അതിന് ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോറി എന്നാണ്. മലയാളത്തിൽ നാം പറയുന്നത് തേജസ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലായിരിക്കട്ടെ, ദൈവസന്നിധിയിൽ ഏത് ഭാഗത്തായിരുന്നാലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു തേജസ് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കഷ്ടങ്ങൾ നീക്കുവാൻ കഴിയുമെന്ന് അകതാരിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കുക, നമ്മെ സ്നേഹിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ തേജസ് വിചാരിച്ചു കഴിഞ്ഞാൽ ചില കഷ്ടങ്ങൾ നമുക്ക് നീക്കി മാറ്റുവാൻ കഴിയും. ആ തേജസ് വിചാരിച്ചു കഴിഞ്ഞാൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയും. ആ തേജസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് പട്ടിണി ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും അതിൽ നിന്ന് മോചനം നൽകുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതാണ് ഇപ്പോൾ നാം ഉയർത്തുന്ന, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തു എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഴയ നിയമം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് അവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. പഴയ നിയമത്തിന്റെ പ്രൈസ് ദി ലോർഡ് താളുകൾ മറിക്കുമ്പോൾ അവിടെ കാണുന്നത് ആദിമ നൂറ്റാണ്ടിൽ എങ്ങനെയാണോ ദ ക്രിയേഷൻ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നാം ക്രിയേഷനെ പറ്റി പഠിക്കാറുണ്ട്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. തേജസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. യഹോവയായ ദൈവം ആദാമിന്റെയും ഹവ്വയുടെയും അടുത്തേക്ക് വന്നപ്പോൾ തേജസ് ചുറ്റപ്പെട്ടവനായി വന്നിട്ടുണ്ട് എന്ന് വേദശകലം നിരത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ശബ്ദം ശ്രമിക്കുന്നവരോട് ഒരു ചിന്തയും കൈമാറുവാനുള്ളത്
പ്രതികൂലത്തിലും പ്രതിസന്ധിയിലുമായിരുന്നാലും ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ, ദൈവം നമ്മോടൊന്ന് സംസാരിക്കുവാൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, പല കഷ്ടങ്ങളും പല ദുഃഖങ്ങളും പലപ്പോഴും നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയും. കാരണം ആ സർവശക്തനായ ദൈവം നമ്മോട് അധിവസിച്ചിരിക്കുന്നത് കൊണ്ട്, ആ സാന്നിധ്യം നമ്മെ മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് പല കഷ്ടങ്ങളും ഛേദമെന്നല്ലേ മുൻപോട്ട് ലാക്കിലേക്ക് ലക്ഷ്യമാക്കി ഓടുവാൻ കഴിയും എന്ന് നാം പലപ്പോഴും മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇക്കാബാദ് എന്ന് പറയുന്ന വാക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആദാമിന്റെ കാലം മുതലേ ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവം സംസാരിച്ചിട്ടുള്ളതാണ്. ദൈവം ഉള്ളെടുത്ത് ദൈവ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം ഉള്ളെടുത്ത് ഗ്ലോറി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദൈവം ഉള്ളെടുത്ത് തേജസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം എവിടെയാണോ അലയടിക്കുന്നത്, ദൈവ സാന്നിധ്യം എവിടെയാണോ തിരതള്ളുന്നത്, ദൈവ സാന്നിധ്യം എവിടെയാണോ ഇടിച്ചു കയറുന്നത്, അവിടെയൊക്കെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെ മറുപടിയുണ്ട്. അതൊരിക്കലും ഒരു മനുഷ്യന് അതിർവരം വിടുവാൻ കഴിയുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അത് അടുപ്പിക്കുക തന്നെ ചെയ്യും. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ആദാമായിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഗ്ലോറിയുടെ തുടക്കം, തേജസിന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ വേദശങ്ങളും പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. പലപ്പോഴും ദൈവ സാന്നിധ്യം മനുഷ്യനോട് കൂടെ വിളങ്ങിയിരുന്നു, മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നു, ആദാമിനോട് കൂടെ വസിച്ചിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് അകന്നു മാറിയപ്പോൾ, ദൈവ സ്നേഹത്തിൽ നിന്ന് തിരിഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് നീങ്ങി മാറിപ്പോയി. ഈ പ്രേക്ഷകരെ ദൈവസന്നിധിയിൽ എത്രമാത്രമാണോ ദൈവസന്നിധിയിൽ ഒന്ന് മുഴങ്കാൽ മടക്കുവാൻ കഴിയാതെ, പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ദൈവസന്നിധി വിട്ട് അകന്നു മാറുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ തേജസ് നിങ്ങളിൽ നിന്ന് പോയി. ആ ദൈവിക തേജസ് നിങ്ങളിൽ നിന്ന് അകന്നു മാറി, ആ തേജസ് നിങ്ങളിൽ നിന്ന് നീങ്ങി മാറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ദൈവ സാന്നിധ്യം ആദാമിന്റെ അടുത്ത് നിന്ന് മാറിപ്പോയി. പാപം എപ്പോഴാണോ വന്നത്, പാപത്തിന്റെ തുടക്കം എവിടെയാണോ, ആ ദൈവിക കൽപ്പന പ്രമാണങ്ങളെ അനുസരിക്കുവാൻ കഴിയാതെ അവർ നീങ്ങി മാറിപ്പോയപ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ കഴിയാതെ അതിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോൾ ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് നീങ്ങി മാറി. ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ വിഷ്വൽ കാണുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോട് ക്രിസ്തയേശുവിന്റെ നാമത്തിൽ പറയുവാനുള്ളത് ഇങ്ങനെയാണ്. പലപ്പോഴും ദൈവ സാന്നിധ്യം വിട്ട് അകന്നു മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നീങ്ങി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവജനമേ മനസ്സിലാക്കുക, ക്രിസ്തയേശുവിന്റെ അടുത്തേക്ക്, ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുവാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയാണ് കാണുന്നത്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു മാറിപ്പോയപ്പോൾ ദൈവത്തിന് ആഗ്രഹമുണ്ട് മനുഷ്യനോട് കൂടെ ജീവിക്കണം. ദൈവത്തിന് ആഗ്രഹമുണ്ട് ഒരു വ്യക്തിയുടെ കൂടെ മാത്രമല്ല, സർവ്വജനത്തിന്റെയും കൂടെ വസിക്കണം എന്നുള്ളത്. എന്നാൽ ദൈനംദിന പാപം പെരുകെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോയപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ വലുതായിരുന്നു, ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനോടുള്ളത് വലുതായിരുന്നു. അതൊരിക്കലും ഒരു മനുഷ്യൻ അളക്കുവാൻ കഴിയുന്നതല്ല, അതൊരിക്കലും ഒരു മനുഷ്യന് അതിർവരം വിടുവാൻ കഴിയുന്നതല്ല. അതിനപ്പുറമായിരുന്നു ദൈവിക സാന്നിധ്യത്തിന്റെ വ്യത്യാസ എന്ന് പറയുന്നത്. ദൈവിക സാന്നിധ്യത്തിന്റെ ഹല്ലേലൂയ, ദൈവത്തിന്റെ വലിയ പദ്ധതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് അളക്കുവാൻ കഴിയാത്തതാണ്. പിന്നെ ഈ ഗ്ലോറി എന്ന് പറയുന്നത്, ദൈവിക തേജസ് എന്ന് പറയുന്നത് കാണുന്നത് മോശയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴാണ്. മോശയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, സീനായി പർവ്വതത്തിൽ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നു. സീനായി പർവ്വതത്തിൽ ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നു. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, സീനായി പർവ്വതത്തിൽ ആ കൊടുമുടിയുടെ മുകളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ അകതാരിൽ ആഗ്രഹമുണ്ട് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് നിത്യമായ ഒരു സ്നേഹത്തിൽ, പഴയതുപോലെയുള്ള ഒരു ദൈവിക സ്നേഹത്തിൽ മനുഷ്യനെ കൊണ്ടുവരണം. പാപത്തിൽ നിന്ന് അവരെ ഒന്ന് നീക്കി മാറ്റി ദൈവിക സ്നേഹത്തിൽ ഒന്ന് ഉറപ്പിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് പ്രകാരമാണ് ദൈവിക പദ്ധതിക്കൊത്തവണ്ണം സീനായി പർവ്വതത്തിന് ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നത്. ഒരു ചിന്തയും പറഞ്ഞത് ഇപ്രകാരമാണ്, ആ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ, കല്ലുകൊണ്ട് നിബിഡമായിരിക്കുന്ന സീനായി പർവ്വതം മലഭൂമികളാൽ, മലനിരക്കുകളാൽ വ്യത്യസ്ത രീതിയിലുള്ള ചൂടിന്റെ അനുഭവം ഒക്കെയും അവിടെയുണ്ട്. എങ്കിൽ തന്നെയും ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ ദൈവിക കൽപ്പന അനുസരിച്ച് നടക്കുന്ന മോശയ്ക്ക് ഒരിക്കലും അതിൽ നിന്ന് നീങ്ങി
മുങ്ങി മാറുവാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ജീവിച്ചത് പലപ്പോഴും ഒരു ദൈവിക സന്നിധിയിലായതുകൊണ്ട് ഒരിക്കലും അതിന് പറയത്തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് എടുത്തു പറയത്തക്കവണ്ണം ഒത്തിരി കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, ആ ചിന്തകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യഹോവയായ ദൈവം സീനായി പർവ്വതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ കാണുന്നത്, ഹല്ലേലൂയ, മുളയ്ക്കാതിരുന്ന പുല്ല് പോലും മുളച്ചു പോയി എന്ന് ആ പണ്ഡിതാവ് പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവൻ അച്ചുകിടക്കുന്നതിന് ജീവൻ നൽകിക്കൊടുക്കുന്ന ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടായിരുന്നു എന്ന് ഒരു ചിന്തകൻ തന്റെ ആ ലേഖനത്തിൽ, തന്റെ എഴുത്തിൽ താൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: പലപ്പോഴും ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഒരു അധപ്പതനം മാത്രമേ ഉള്ളൂ ദൈവദാസനെ. പലപ്പോഴും ദൈവിക സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടും എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ സഹോദര. പലപ്പോഴും ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മറന്നു ജീവിക്കുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ഇപ്പോൾ ദൈവ ഭാഗത്ത് വന്നിരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നുവെങ്കിൽ, പ്രിയ ശ്രോതാവെ, മനസ്സിലാക്കുക, ദൈവ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ മുളയ്ക്കാതിരിക്കുന്നത് പോലും മുളച്ചു തുടങ്ങും. ദൈവ സാന്നിധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും തകർന്നിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. ദൈവിക സാന്നിധ്യത്തിന്റെ ഉള്ളിൽ വസിച്ചു കഴിഞ്ഞാൽ പ്രതികൂലങ്ങളെ പോലും നീക്കി മാറ്റിയതിനു ശേഷം ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു അവസരം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നത്, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നത്, ഹല്ലേലൂയ, സീനായിയുടെ കൊടുമുടിയിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നപ്പോൾ, ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: വലിയൊരു സന്തോഷം. പ്രൈസ് ദി ലോർഡ്. പ്രിയ ശ്രോതാവെ, മനസ്സിലാക്കുക, ദൈവിക സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലും വലിയൊരു സന്തോഷം ഉണ്ടാകുവാനിടയായി തീരും. അതിന് ദൈവിക സാന്നിധ്യമാണ് ഉത്തമമായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ പലപ്പോഴും പ്രതികൂലങ്ങൾ വന്നു കഴിഞ്ഞാലും കഷ്ടതകൾ വന്നു കഴിഞ്ഞാലും ആ തേജസ് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായുള്ള ഭാഗങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നതിന് ശേഷം ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു, എനിക്ക് ജനത്തിന്റെ കൂടെ ഒന്ന് വസിക്കണം, എനിക്ക് ജനത്തിന്റെ കൂടെ ഒന്ന് താമസിക്കണം, എനിക്ക് ജനത്തിന്റെ കൂടെ ഒന്ന്, പ്രൈസ് ദി ലോർഡ്, പ്രയാണം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈനംദിനം പാപം പെരുകെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നത് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടിരിക്കുന്ന ജനത്തിന്, സർവ്വജനത്തിനും ദൈവത്തിന്റെ കൽപ്പന എന്നതുപോലെ സമാഗമന കൂടാരം നിർമ്മിക്കുവാൻ ദൈവത്തിന്റെ കൽപ്പന ദൈവം കൊടുത്തു. എന്തിനാണ് ഈ സമാഗമന കൂടാരം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാപം ചെയ്ത് അകന്നു പോകുന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം കൊടുത്തതിന് ശേഷം യാഗങ്ങൾ അർപ്പിതം ചെയ്തുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ നിന്ന് നിരപ്പ് പ്രാപിക്കുന്ന, ദൈവത്തിൽ നിന്ന് കഴുകൽ പ്രാപിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ സമാപന കൂടാരത്തിൽ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ടാബർനാക്കിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്, പലപ്പോഴും അതിനെ തിരിച്ചിരിക്കുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. എന്താണ് ഈ 3 ഘട്ടങ്ങൾ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട്യാർഡ്, ഹല്ലേലൂയ, ഹോളി പ്ലേസ് ആൻഡ് മോസ്റ്റ് ഹോളി പ്ലേസ് എന്ന് 3 വിശേഷണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്ഥലങ്ങളാണ് ദൈവത്തിന്റെ തേജസ് വാഴുവാൻ വേണ്ടി ദൈവം കൽപ്പന, പ്രൈസ് ദി ലോർഡ്, മോശയ്ക്ക് കൈമാറുന്നത്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അതിവിശുദ്ധ സ്ഥലത്ത് പുരോഹിതനല്ലാതെ മറ്റാർക്കും കയറുവാൻ കഴിയത്തില്ല. അവിടെയാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് നിൽക്കുന്നത്. പലപ്പോഴും ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഇറങ്ങി വരുവാൻ കഴിയാതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കളങ്കമായിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന് ജീവിക്കുവാൻ കഴിയാതെ വ്യത്യസ്ത തരത്തിൽ നാം ജീവിതം നയിക്കുന്ന വ്യക്തികളാണെങ്കിൽ, പ്രിയ ശ്രോതാവെ, മനസ്സിലാക്കുക, ദൈവത്തിന് ഇറങ്ങി വരുവാൻ ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി മനസ്സൊന്ന് തുറക്കുവാൻ തയ്യാറാകുമോ? അതിനുവേണ്ടി മനസ്സൊന്ന് ദൈവസന്നിധിയിലേക്ക് കൊടുക്കുവാൻ തയ്യാറാകുമോ? അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ മാറ്റം തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് നാം അകതാരിൽ പ്രൈസ് വിശ്വസിക്കണം. ദൈവത്തിന് കഴിയും. അതെ, ദൈവദാസനെ ദൈവത്തിന് കഴിയും. അതെ, ദൈവ കുഞ്ഞെ ദൈവത്തിന് കഴിയും. ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ദൈവത്തിന്
Praise the Lord. Hallelujah. ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വന്നു. എന്നാൽ പാപനിമിത്തം പിന്നെയോ ദൈവമക്കൾ പ്രൈസ് the Lord ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോയി. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു മാറിപ്പോയി. ദൈവത്തിന്റെ ചിന്ത ഇങ്ങനെയാണ് പ്രൈസ് the Lord. ഹല്ലേലൂയ. എനിക്ക് ഇവരോട് കൂടെ ഒന്ന് വസിക്കണം, എനിക്ക് ഇവരോട് കൂടെ ഒന്ന് പ്രയാണം ചെയ്യണം, എനിക്ക് ഇവരോട് കൂടെ ഒന്ന് പ്രൈസ് the Lord യാത്ര ചെയ്യണം, ഇവരെ പ്രതികൂലങ്ങളിൽ എനിക്കൊന്ന് സഹായിക്കണം. എന്നാൽ അതുപോലും കണക്കിടാതെ വണ്ണ മനുഷ്യർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറിപ്പോയി. പ്രിയ ശ്രോതാവെ, മനസ്സിലാക്കുക, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സമയം തന്നെ, ഇപ്പോൾ തന്നെ മനം തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. കാരണം കർത്താവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിന്നെ പ്രൈസ് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ജീവനോടെ കർത്താവിനെ ഉയർത്തേണ്ടുന്നതിന്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നതിന് ആയിരിക്കുന്നത്. Praise the Lord. Hallelujah. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്. Praise the Lord. ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്നു. ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുവാൻ കഴിയാതെ മലിനമായിരിക്കുന്ന ജീവിതമാണ് നാം നയിക്കുന്നുവെങ്കിൽ പ്രൈസ് the Lord മനം തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് മാപ്പ് ചോദിച്ച് കടന്നു വന്ന് ദൈവസന്നിധിയിൽ നിലപാട് വീണ് യാചിക്കുക. കർത്താവേ, തെറ്റുപറ്റിപ്പോയി. പ്രൈസ് the Lord കർത്താവേ, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറി, ഞാൻ ദൈവിക തേജസ്സിൽ നിന്ന് പ്രൈസ് the Lord മാറിപ്പോയി, എന്നെ ഒന്ന് സഹായിക്കുവാൻ കഴിയുമോ, എന്നെ ഒന്ന് വിടുവിക്കണമെന്ന് ആരാണോ കരയുന്നത്, ആരാണോ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകളെ മടക്കുന്നത്, അപ്പോൾ തന്നെ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ പാപമോചനം ലഭിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ തന്നെ ദൈവിക സാന്നിധ്യത്തിൽ നിങ്ങളെ വലയം ചെയ്യുന്നത് അനുഭവപ്പെടും. ഹല്ലേലൂയ. പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടരുത്, കഷ്ടങ്ങളെ കണ്ട് ഭയപ്പെടരുത്, പലപ്പോഴും ജീവിതത്തിലെ പരാജയങ്ങളെ കണ്ട് ഭയപ്പെടരുത്. കാരണം നിത്യ തേജസ്സായിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പ്രൈസിൽ പദ്ധതി എന്ന് പറയുന്നത് ഒരു ഫെയിലുവർ കൊണ്ടിടുമ്പോൾ ദൈവത്തിലേക്ക് മനം തിരിയുമെങ്കിൽ, ഒരു പ്രൈസിൽ പരാജയം കൊണ്ടിട്ടാൽ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ചിന്തകളും ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രൈസിൽ ഹല്ലേലൂയ പ്രാർത്ഥനയും അർപ്പിതം ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുശേഷം ഇങ്ങനെ പഠിക്കുമ്പോൾ, വേദശകലം മറിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. മോശയുടെ കാലത്തിന് ശേഷം പ്രൈസ് the Lord ദൈവിക സാന്നിധ്യത്തിന് തങ്ങുവാൻ, ദൈവിക സാന്നിധ്യത്തിന് ജനങ്ങളോട് കൂടെ വസിക്കുവാൻ ആഗ്രഹം തോന്നി. പ്രൈസ് the Lord ഹല്ലേലൂയ. പ്രതികൂല ഘട്ടങ്ങളിലും പ്രൈസ് the Lord ഹല്ലേലൂയ മേഘസ്തംഭമായി അഗ്നി തൂണായി ദൈവിക സാന്നിധ്യം അവരോട് കൂടെ വസിച്ചു വന്നു. പ്രതികൂലങ്ങളെ പ്രൈസ് the Lord നീക്കിക്കളയേണ്ടുന്നതിന്, പ്രതിസന്ധികളെ മാറ്റിക്കളയേണ്ടുന്നതിന് ദൈവ സാന്നിധ്യം അവരോട് കൂടെ വസിച്ചു. ഇപ്പോൾ ഈ ശബ്ദം ശ്രവിക്കുന്ന വ്യക്തികളോട് വ്യക്തമായി പറയുന്നു, ദൈവിക സാന്നിധ്യം ഒരു രാവും പകലും കൊണ്ട് അവസാനിക്കുന്നതല്ല. അത് നിത്യമായി നിത്യജീവനങ്ങളിലേക്ക്, നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നതാണ്. അത് ഒറ്റ ദിവസം കൊണ്ട് മാറിപ്പോകുന്നതല്ല, അത് അനേക നാളുകൾ നിലനിൽക്കുന്നതാണ്. നമ്മെ ദൈവം സ്നേഹിക്കുമ്പോൾ, നാം ദൈവത്തിൽ അകന്നു മാറുമ്പോൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. ദൈവ സാന്നിധ്യത്തിന്റെ ഉള്ളിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, ദൈവിക സാന്നിധ്യത്തിന്റെ ഉള്ളിലാണ് നാം മറഞ്ഞിരിക്കുന്നതെങ്കിൽ, വ്യത്യസ്തമായ ജീവിത ചൈര്യാണ് നാം നയിക്കുന്നതെങ്കിൽ, പ്രിയ ശ്രോതാവെ മനസ്സിലാക്കുക, കർത്താവിന് നിങ്ങളെ കൊണ്ടൊരു വലിയ ഉദ്ദേശമുണ്ട്, കർത്താവിന് നിങ്ങളെ കൊണ്ടൊരു വലിയ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്കുള്ളിൽ വസിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കഷ്ടം വരുമ്പോൾ നാം ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. ഹല്ലേലൂയ. പ്രയാസം വരുമ്പോൾ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ കൂട്ടം പ്രൈസ് ദി ലോർഡ് ഇവരെ അറ്റാക്ക് ചെയ്യുവാൻ പിന്നാലെ വരുമ്പോൾ മോശ ഭയപ്പെടാതെ നിന്നു. എന്തുകൊണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് ദൈവിക സാന്നിധ്യം ഉള്ള, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവദാസൻ പതറിപ്പോകത്തില്ല, ദൈവ മക്കൾ പതറിപ്പോകത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തി ഒരിക്കലും അതിൽ നിന്ന് നീങ്ങി മാറുകയില്ല. കാരണം നിലനിർത്തുന്നത് സർവശക്തനായ ദൈവമാണ്, വാക്കു പറഞ്ഞത് സർവശക്തനായ ദൈവമാണ്, നമ്മെ ദൈനംദിനം വഴി നടത്തുന്നത് സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഭയപ്പെട്ട് മാറിപ്പോകേണ്ടുന്ന കാര്യമില്ല. നാം ദൈവസന്നിധിയിലാണ് നമ്മുടെ ചിന്തകള്, ദൈവസന്നിധിയിലാണ് നമ്മുടെ പ്രവർത്തികളുമെങ്കിൽ ആ ദൈവം നമ്മുടെ കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്യുവാനിടയായി തീരും.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ തുടങ്ങിയതിന് ശേഷം ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്: യഹോവ ആകാശം ചായ്ച്ചിറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകാശം പ്രൈസ് ദി ലോർഡ് ചായ്ച്ചിറങ്ങി വരണമെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വലുതാണ്, ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം പ്രൈസ് ദി ലോർഡ് വലുതാണ്. ഹല്ലേലൂയ. പുറപ്പാടിൽ തുടങ്ങി ഇങ്ങനെ വേദശകലങ്ങൾ നിരത്തുമ്പോൾ ദൈവിക സാന്നിധ്യം അവിടെ ദൈവത്തിന്റെ ദാസന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദാസന്മാരോട് കൂടെ വസിച്ചിരുന്നു. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്റെ ജീവിതത്തിൽ പ്രതികൂലമാണ്, പ്രതിസന്ധിയാണ്, കഷ്ടമാണ്, ദുഃഖമാണ്, ഇങ്ങനൊക്കെ നാം പറയാറുണ്ട്. എന്നാൽ പ്രിയ ശ്രോതാവെ, മനസ്സിലാക്കുക, കർത്താവിന് നിങ്ങളെ കൊണ്ട് ഉദ്ദേശമുണ്ട്. കർത്താവിന്റെ പദ്ധതിക്കുള്ളിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഷ്ടങ്ങളും പ്രൈസ് ദി ലോർഡ് ദുഃഖങ്ങളൊക്കെ സാരമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. ദാവീദിനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നത് പ്രൈസ് ദി ലോർഡ് ദാവീദിന് കഷ്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ, പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടാണോ, ദുഃഖങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? പ്രൈസ് ദി ലോർഡ് കൊന്നുകളയുവാൻ വരെ പ്രൈസ് ദി ലോർഡ് പദ്ധതി കൂട്ടുന്ന അനേക വ്യക്തികളുണ്ട്. എങ്കിൽ തന്നെയും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചപ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിച്ചപ്പോൾ തനിക്കൊരിക്കലും മാറ്റി നിർത്തുവാൻ കഴിയാത്ത, തനിക്കൊരിക്കലും നീക്കി നിർത്തുവാൻ കഴിയാത്ത ഒരു ദൈവമുണ്ട്. അത് യഹോവയായ ദൈവം തന്നെയാണ്. അത് യാവേ എന്ന് പറയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് യഹോവയായ ദൈവം, അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പലവിധമായ പ്രശ്നത്തിൽ ഞെരുങ്ങുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ തള്ളിപ്പറയാറുണ്ട്. ദൈവം അറിഞ്ഞിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്? ദൈവത്തിന്റെ പദ്ധതി ഇന്നതാണെന്നല്ലേ എനിക്ക് വാഗ്ദത്തം നൽകിയത്? എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അധപ്പതനം എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പ്രിയ ശ്രോതാവെ മനസ്സിലാക്കുക, പ്രിയ വ്യക്തിയെ മനസ്സിലാക്കുക, കർത്താവിന്റെ പദ്ധതിക്കുള്ളിലാണ് ജീവിക്കുന്നെങ്കിൽ പ്രശ്നങ്ങൾ വരിക തന്നെ ചെയ്യും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവിക സാന്നിധ്യത്തെ നിലനിർത്തുന്നതാണ്. ആ തേജസ് ഒന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ്. വായിച്ച വാക്യത്തിനെ ആസ്പദമാക്കി ഇപ്രകാരമാണ് പറയുന്നത്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മിൽ ഒരു തേജസ് വെളിപ്പെടുവാനുണ്ട്. എപ്പോഴാണ് ആ തേജസ് വെളിപ്പെടുന്നത്? അക്ഷയമായി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രായങ്ങളിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പലവിധമായ പ്രശ്നത്തിൽ ഞെരുങ്ങുമ്പോഴും ദുഃഖത്തിൽ സഞ്ചരിക്കുമ്പോഴും ദൈവിക സാന്നിധ്യം പലപ്പോഴും നമ്മളെ താങ്ങി നിർത്തിയിട്ടുണ്ട്. പലപ്പോഴും ദൈവിക സാന്നിധ്യം നമ്മെ പ്രൈസ് ദി ലോർഡ് മറച്ചു പിടിച്ചിട്ടുണ്ട്. ദുഷ്ടൻ കാണാതെ വണ്ണം, അഗ്രചർമ്മി കാണാതെ വണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെയും നാം ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ്, ആ തേജസ് തിരിച്ചറിഞ്ഞവരാണ്. ഹെവി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്രകാരമാണ്: ഒരിക്കലും ഒരു മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുപോലെ, ഒരു അതിർവരം വിടുവാൻ കഴിയാത്തതുപോലെ, താൻ ചിന്തിക്കുന്നതിലും താൻ നനയ്ക്കുന്നതിലും അത്യന്തപരമെന്ന് പറയുന്നത്, ഒരു മനുഷ്യനെ കൊണ്ട് അളക്കുവാൻ കഴിയാത്തത്, അത് ദൈവിക സാന്നിധ്യമാണെന്ന് നമുക്ക് വിശേഷണം കൊടുക്കുവാൻ കഴിയും. അതൊരു പ്രകാശമായി പലപ്പോഴും പല രചയിതാക്കളും തന്റെ ചിന്തകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രകാശം എങ്ങനെയാണോ അങ്ങനെയാണ് ദൈവിക തേജസ് എന്ന്. ഒരു പ്രകാശം എങ്ങനെയാണോ അതുപോലെയാണ് ദൈവിക സാന്നിധ്യം എന്ന്. എന്നാൽ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാവെ മനസ്സിലാക്കുക, ദൈവിക സാന്നിധ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അതിർവരം വിടുവാൻ കഴിയുന്നതല്ല, ഒരു ബൗണ്ടറി വെക്കുവാൻ കഴിയുന്നതല്ല. ആ സാന്നിധ്യത്തിന്റെ ഉള്ളിലാണ് നാം ജീവിക്കുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ് അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് എഴുതുമ്പോൾ ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: ആദിമ നൂറ്റാണ്ട് മുതൽ മാത്രമല്ല, കഷ്ടങ്ങൾ അങ്ങ് ഭൂമിയുടെ എപ്പോഴാണോ ക്രിയേഷൻ സംഭവിച്ചത് അപ്പോൾ മുതലുണ്ട്. എങ്കിൽ തന്നെയും അതിൽ നിന്ന് കരകയറുവാനുള്ള ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. അതിൽ നിന്ന് കരകയറുവാൻ ഒരു ദൈവിക തേജസ് ഉണ്ട്. ആ തേജസ് വിചാരിച്ചു കഴിഞ്ഞാൽ പല കഷ്ടങ്ങളും നമുക്ക് സാരമില്ല എന്നെണ്ണുവാൻ കഴിയും. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും പറയുന്നത്: ഞാൻ നല്ല ഓട്ടമാണ് ഓടിയത്. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിലും താൻ നല്ല ഓട്ടം ഓടുമ്പോൾ, താനത് പൂർത്തീകരിക്കുമ്പോൾ തനിക്ക് കഷ്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പ്രയാസങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ദുഃഖങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രശ്നങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെയുണ്ട്. എങ്കിൽ തന്നെയും ഒരു പ്രത്യാശയുണ്ട്.
നിത്യതയിൽ ഞാൻ കർത്താവിനെ ദർശിക്കും, നിത്യതയിൽ ഞാൻ കർത്താവിനെ കാണും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ തേജസ്സിൽ വസിക്കും. നിത്യമായ തേജസ്സിൽ വസിക്കേണ്ടുന്നതിന് ഈ ലോകത്തുള്ള കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ ഛേദമില്ല എന്നുണ്ടുക. ഈ കഷ്ടങ്ങളൊക്കെയും ഒന്നുമില്ല, സാരമില്ല എന്ന് എണ്ണി ഓടുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരു സന്തോഷം നൽകി മുൻപോട്ട് നമ്മെ ദൈവം നടത്തുവാനിടയായി തീരും. അപ്രകാരം നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുകയും നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന സന്തോഷം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ദൈവ സാന്നിധ്യത്തിൽ മുൻപോട്ട് ജീവിക്കുകയും വേണമെന്നുള്ള ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ച എല്ലാ മാന്യ വ്യക്തികളോടുമുള്ള ക്രിസ്തുവിന്റെ സ്നേഹവന്ദനത്തെ അർപ്പിതം ചെയ്തുകൊണ്ട് ലിവിംഗ് വേ TV ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളോടും നന്ദിയെ രേഖപ്പെടുത്തി കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മുൻപോട്ടുള്ള ജീവിതം ധന്യമാക്കി തീർക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് വിരമിക്കുന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ്.